ഹായ് ഫ്രണ്ട്സ്, വെറൈറ്റി രുചി വെറൈറ്റി മജ്ബൂസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഒന്ന് കണ്ടു നോക്കാമല്ലേ. എൻ്റെ കൂട്ടുകാർ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കിയാലോ. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടും കുറഞ്ഞ ചിക്കൻ വെച്ചിട്ടും ഉണ്ടാക്കിയ ഒരു ഐറ്റം കേട്ടോ. എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത് ഒന്ന് അരിഞ്ഞെടുത്തത് കാണട്ടോ. ഞാനൊരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് തക്കാളി എടുത്തിട്ടുണ്ട്, 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ, മല്ലിച്ചപ്പ് എടുത്ത്. തക്കാളി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് സാധാ വേവിക്കൊന്നും വേണ്ട, സാധാ അങ്ങനെ ഇട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ മിക്സിയിൽ. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം അല്ലേ. കുക്കറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അരി നേരത്തെ തന്നെ നമുക്ക് 1 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ, കുതിർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കേകിയതിൻ്റെ ശേഷം വെള്ളത്തിലിടാവും കേട്ടോ. 1 മണിക്കൂറിനോ അരമണിക്കൂറൊക്കെ മതി. അതിൻ്റെ ശേഷം നമുക്കത് വെള്ളത്തിൽ നിന്ന് വാർത്തെടുക്കാം കേട്ടോ. അത് കൊട്ടയിൽ ഇട്ട് വെച്ചാൽ മതി. അരി നല്ല വെള്ളം വാർന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലിടാവും കേട്ടോ. അങ്ങനെ ഞാൻ കുക്കർ ഇവിടെ വെച്ചു. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുക കേട്ടോ. ഉപ്പ് ആദ്യം തന്നെ ഇട്ടാണ്ട്, എന്നാൽ പെട്ടെന്ന് ഉള്ളി വഴണ്ടി വന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പച്ചമുളകും കൂടി ഒന്ന് ചതക്കിയെടുത്തതുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഉപ്പിട്ടിട്ട് നല്ലൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഒന്ന് വാടി വന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ. ഉള്ളി കരിയണതിൻ്റെ മുന്നേ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഒന്ന് ആ ചുവപ്പ് കളറാവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ തക്കാളിയൊക്കെ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അങ്ങനെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആ ഒരു പച്ചച്ചുവ മാറുമ്പോൾ ഇഞ്ചും വെളുത്തുള്ളിക്ക് ഒരു നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ അരച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ഞാൻ അറേബ്യൻ മന്തി മസാലയാണ് ഇട്ട് കൊടുത്തത്. അത് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാലയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. ഉപ്പ് വേണമെങ്കിൽ ഒന്ന് വീണ്ടും ചേർക്കട്ടോ. എന്നിട്ട് നമ്മുടെ ചിക്കനും പൊട്ടാറ്റോയും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും വഴറ്റുക. അടിയിൽ പിടിക്കരുത് കേട്ടോ, അടി പിടിക്കാതെ നോക്കണം കേട്ടോ. തീ കുറച്ച് സ്ലോ ആക്കി വെച്ചാൽ മതി. അവിടെ ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ. പൊട്ടാറ്റോ ഒക്കെ ഇതേ കഷ്ണങ്ങളായിട്ടാണ് ഇട്ടിട്ട് കൊടുക്കേണ്ടത്. വലിയ വലിയ പീസാക്കിയിട്ടാണ് ഇടേണ്ടത്. പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. കുറഞ്ഞ ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഐറ്റം ഉണ്ടാക്കുന്നത്. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം നേരത്തെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വെറൈറ്റി മജ്ബൂസാണ് കേട്ടോ, ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസും മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിന് റൈസില്ലേ, ഞാൻ ബസ്മതി റൈസാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നേരത്തെ ചൂടാക്കി വെച്ചിടുന്ന ചുടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പിന് 1.25 കപ്പ് വെള്ളം മതി. നേരത്തെ കുതിർക്കാൻ വെച്ചതായിരുന്നല്ലോ നമ്മൾ ഈ അരി, അതുകൊണ്ട് വലിയ വേവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറഞ്ഞ വെള്ളം ഒഴിച്ചാൽ മതി. ചുടുവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉണക്ക നാരങ്ങയും പിന്നെ ഉപ്പുമൊക്കെ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ട നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചക്കറികളില്ലേ, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കൊക്കെ, അതൊന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് ഒന്ന് വഴറ്റുക കേട്ടോ. ഗരം മസാലയും കുരുമുളകും പൊടി ഉപ്പും ഒന്നിട്ടിട്ട് വഴറ്റുക. പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ അല്പം ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് നല്ല വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ റൈസ് തയ്യാറാക്കിയിട്ട് അതിലിട്ടാട്ടോ ഒന്ന് ഇളക്കട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത മന്തി മസാല ഉണ്ടെങ്കിൽ ആ മന്തി മസാലയും കൂടി ഈ വാട്ടുന്നതിലേക്ക് പച്ചക്കറിയിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഈ പച്ചക്കറി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ഏത് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ഉണ്ടായാൽ നിങ്ങൾക്കും റെഡിയാക്കാം. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നാളെ വരാം.